കോഴിക്കോട് കുണ്ടായിത്തോട്ടിലുമുണ്ട് വെള്ളത്തിലായ കുറേ മോഹങ്ങൾ. 4 പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പിനൊടുവിലാണ് ആമാങ്കുനയിൽ റെയിൽവേ അടിപ്പാത യാഥാർത്ഥ്യമായത്. യാത്രാ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി എന്ന് നാട്ടുകാർ അന്ന് വെറുതെ മോഹിച്ചു. പക്ഷേ 3 കോടി രൂപ വെള്ളത്തിലായി എന്ന് പറഞ്ഞാൽ മതി. നിർമ്മാണത്തിലെ അശാസ്ത്രീയത മൂലം അടിപ്പാത ആർക്കും പ്രയോജനപ്പെടാത്ത അവസ്ഥയിലാണ്. നോക്കാം എന്താണ് സ്ഥിതി എന്നുള്ളത്. ജനങ്ങളുടെ വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമാണ് ഈ റെയിൽവേ അടിപ്പാതയുടെ പണി ആരംഭിക്കാനെങ്കിലുമായത്. പക്ഷേ പണി തുടങ്ങിയപ്പോഴാകട്ടെ അശാസ്ത്രീയതയുടെ പെരുമഴയാണ് കാണാൻ കഴിയുന്നത്. റെയിൽപാതയുടെ പ്രതലത്തിൽ നിന്ന് 1.5 മീറ്ററോളം താഴ്ചയിൽ കോൺക്രീറ്റ് ബോക്സ് സ്ഥാപിച്ചതാണ് പ്രതിസന്ധിക്ക് കാരണം. ഭൂനിരപ്പിൽ നിന്ന് 3 മീറ്റർ ഉയരം ലക്ഷ്യമിട്ടാണ് അടിപ്പാതയുടെ രൂപരേഖ. 8.5 മീറ്റർ നീളത്തിൽ നിർമ്മിച്ച 2 കോൺക്രീറ്റ് ബോക്സുകൾ റെയിലിന് അടിഭാഗത്തെ മണ്ണ് തുറന്ന് ഹൈഡ്രോളിക് ജാക്കി ഉപയോഗിച്ചാണ് തള്ളി നീക്കിയത്. അടിത്തറ കോൺക്രീറ്റ് ചെയ്യാതെ 1 മാസം മുൻപ് സ്ഥാപിച്ച കോൺക്രീറ്റ് ബോക്സ് ക്രമേണ 1 അടിയോളം ചെളിയിൽ താഴുകയും ചെയ്തു. ആദ്യം 1 ഫൂട്ടായിരുന്നു ഇവർക്ക് റെയിലിൻ്റെ മുകളിൽ നിന്ന് കൊടുക്കാനുള്ള 1 ഫൂട്ട് അനുമതി ഉണ്ടായിരുന്നുള്ളൂ ആദ്യം. ഇപ്പോൾ വെച്ചാൽ പുതിയ റെയിൽവേൻ്റെ നിയമപ്രകാരം അത് 1.5 മീറ്ററിൻ്റെ പുറത്ത് ആയിട്ട് മണ്ണിട്ടിട്ട് ആ ബോക്സിന് മുകളിൽ നിന്ന് മണ്ണിട്ടിട്ട് 1.5 മീറ്ററിൻ്റെ പുറത്തേക്ക് അത് കയറേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പോൾ അത്രയും അടിയിലേക്ക് താന്നു. അപ്പോൾ അതെന്താ വെച്ചാൽ അത് അശാസ്ത്രീയമായിട്ട് പോയി. ഇപ്പോൾ എന്താ വെച്ചാൽ ഇതിനെ കൊണ്ട് ഒരു ഉപകാരമില്ലാത്ത കോലത്തിലായി. അടിപ്പാതയുടെ റോഡാണ് മറ്റൊരു പ്രധാന പ്രശ്നം. റോഡിന് സാധാരണഗതിയിൽ അടിപ്പാതയിലേക്ക് ബന്ധപ്പെടാൻ കഴിയില്ല. സമീപ വീടുകളിലുള്ളവർ പലരും നടവഴി പോലും നിഷേധിക്കപ്പെട്ട അവസ്ഥയിലാണ്. ഈ റോഡ് വളരെ കുത്തനെയാണ്, വളരെ മേലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് ഈ അടിപ്പാത ഉപയോഗിക്കണമെങ്കിൽ ഇതിന് സമമായിട്ട് നേരിട്ട് നല്ലോണം താത്തണം. ഒരു മഴ പെയ്തുകയാണെങ്കിൽ കംപ്ലീറ്റ് ഇതിലേക്ക് വെള്ളച്ചാട്ടം ചാടുന്ന മാതിരിയാണ്. ഇതുകൊണ്ട് ഇല്ല 3 കോടി 2 ലക്ഷം റുപ്യ ഇതിന് പല ഘട്ടങ്ങളിലായിട്ട് ഗവൺമെൻറ് അടച്ചിട്ടുണ്ട്. ഇതിന് ശാശ്വതമായിട്ട് ഒരു ശാസ്ത്രീയമായ രൂപത്തിൽ ഞങ്ങൾക്ക് നടക്കാൻ ഗതാഗത യോഗ്യമാകുന്ന രൂപത്തിലായി കിട്ടണം. നമ്മളത് വലിയ സ്വപ്നം തന്നെയാണ്. നമ്മൾ കാലിന് സുഖമില്ലാത്ത ഒരു ഇതാക്കാണ് റെയിൽ കയറി മറിയുന്നത്. എളുപ്പത്തിൽ ഇത് പണി കഴിഞ്ഞ് എന്നൊക്കെയാണെങ്കിൽ ഏറ്റവും വലിയൊരു ഉപകാരമായിരുന്നു അത്. പോട്ടങ്ങൊന്ന് പോകണമെന്ന് വിചാരിച്ചാൽ പോകാൻ കഴിയുന്നില്ല. ഇത് കയറി മറിയണ വിചാരിച്ചിട്ട് നമ്മൾ കയറി വരുമ്പോൾ വണ്ടി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എങ്ങോട്ടും മാറാനുള്ളൊരു സ്ഥലവും ഇല്ല. പോക്ക് വരെ നമ്മളത് ബുദ്ധിമുട്ടാണ്. റെയിൽവേയുടെ പ്രവൃത്തികൾ കഴിഞ്ഞതിനാൽ ഇനിയൊരു മാറ്റം സാധ്യവുമല്ല. ഇരുവശത്തും അപ്രോച്ച് റോഡ് നിർമ്മാണം പെട്ടെന്ന് നടപ്പായാൽ മാത്രമേ കോടികൾ മുടക്കിയ അടിപ്പാത ജനങ്ങൾക്ക് ഉപകാരപ്രദമാകൂ. നാല് പതിറ്റാണ്ട് കാലത്തെ ഈ പ്രദേശവാസികളുടെ ഒരു സ്വപ്നമായിരുന്നു ഈ റെയിൽവേ അടിപ്പാത എന്നത്. നിർമ്മിച്ചു വന്നപ്പോഴാകട്ടെ സാഹചര്യം ഇങ്ങനെയുമായി. അടിയന്തരമായി ഈ പരിമിതികൾ പരിഹരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ നാട്ടുകാർക്ക് കൊടുക്കാൻ കഴിയുന്ന നീതി. ജയൻ കല്യാശ്ശേരിക്കൊപ്പം നിഖിൽ പ്രമേഷ്, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ, അടിസ്ഥാനമായ പ്രശ്നങ്ങളാണ്. അതൊക്കെ മനസ്സിലാക്കാതെ, അതൊന്നും അറിയാതെ എങ്ങനെയാണ് ഇങ്ങനെ നിർമ്മാണവുമായി അധികാരികൾ മുന്നോട്ട് പോയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയാത്തത്. ആ നാട്ടുകാർ തന്നെ പറയുന്നു എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്ക് കൃത്യമായ ബോധ്യമുണ്ട്. എന്നിട്ടും അത് ഏറ്റെടുത്ത ആർക്കും, അധികാരികൾക്ക് ആ ബോധമില്ലാതെ പോയത് എന്തേ എന്ന ചോദ്യമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. കോടികൾ ചെലവാക്കി ഈ ഹൈവേ സൈഡിൽ അല്ലെങ്കിൽ യാതൊരു ചിന്തയുമില്ലാതെ കോൺട്രാക്ടേഴ്സ് പറയുന്നതനുസരിച്ച് സർക്കാർ പണം കൊടുക്കുന്നു. ഇതിൻ്റെയൊക്കെ നഷ്ടങ്ങൾ കോൺട്രാക്ടേഴ്സിൽ നിന്ന് തന്നെ ഈടാക്കണം എന്നൊരു ആവശ്യമാണ് നൌഷാദ് പുന്നത്തല എന്ന് പറയുന്നൊരു പ്രേക്ഷകൻ നമ്മുടെ കമന്റ് ബോക്സിൽ കുറിക്കുന്നത്. അങ്ങനെ പല അഭിപ്രായങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ വരുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.